ഹായ്, നമ്മളെ ആ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റിംഗ് അടുത്തൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം. ഏകദേശം സമയം 10:19 നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്കിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഹൈ വരുന്ന 24,404, ലോ വരുന്ന 24,315.65. ഇപ്പോൾ ഏകദേശം റേഞ്ച് വരുന്നത് 89.8 അടുത്തുണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മളെ ടാർഗറ്റ് വരിക 44.5. ഏകദേശം ബ്രേക്ക് എന്താ പറയുക, താഴേക്ക് ബ്രേക്ക് ഔട്ട് വന്നു. പക്ഷേ നമ്മൾ എൻട്രി എടുക്കില്ല, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 10:15 to 10:30 നമ്മൾ എൻട്രി എടുക്കാറില്ല. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യണം. പിന്നെ മാർക്കറ്റ് റിവേഴ്സായിട്ട് VWAPൻ്റെ അവിടെ നമ്മളൊരു എൻട്രി ഉണ്ടാവും. ഓക്കെ, നമ്മളെ ടാർഗറ്റ് വരുന്നത് 24,271.4, 24,271. അപ്പോൾ ടാർഗറ്റ് കിട്ടിയിട്ടില്ല. ഇത് സൈഡിൽ എക്സ്റ്റൻഷനിൽ കിട്ടിയിട്ടില്ല, സോറി 10:15 ബ്രേക്ക് ഡൗൺ വന്നതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യണം. നമ്മളെ VWAPൻ്റെ ആ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. 150 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. VWAP പറയുന്നത് 24,351 ആ റേഞ്ചിലാണ് നമ്മൾ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് 24 ഇന്നത്തെ ഫസ്റ്റ് 1 ഹവറിൻ്റെ ഹൈ. പിന്നെ ടാർഗറ്റിന് അറിയാമല്ലോ 24,271. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 24,600, കോൾ ഓപ്ഷൻ ആണെങ്കിൽ 24,100. ഓക്കെ, ബാക്കി നമ്മൾ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് അടിച്ചു വെച്ചാൽ നമുക്ക് പൊസിഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഗ്രീൻ ലൈനിൽ നമ്മൾ ടാർഗറ്റ് ഏകദേശം കിട്ടി. പക്ഷെ ഒന്ന് പൊസിഷൻ കിട്ടിയിട്ട് എൻട്രി, വേറെ എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. VWAPൻ്റെ അവിടെ നല്ല എൻട്രി കിട്ടുമോ, ഓട്ടോ ഫ്ലോ വെച്ചിട്ട് കൺഫർമേഷൻ വരികയാണെങ്കിൽ നമ്മളപ്പോൾ അവിടെ എൻട്രി എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്നത്തെയും പോലെ അല്ല, ഇങ്ങനെ ട്രേഡ് ഇല്ലാത്ത ദിവസം നോ ട്രേഡ് എടുക്കണ പോലെ ട്രേഡ് ഇല്ലാതും. ഇപ്പോഴത്തെ ഒരു ഇതെന്താ വെച്ചാൽ POC ഇത്ര നേരം താഴെ ആയിരുന്നു, പക്ഷെ ഇപ്പം മേലെ കയറിയിട്ടുണ്ട്. ഫർദർ സെല്ലിങ് തന്നെ കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ടൈം ഏകദേശം 11:41. നമ്മൾ എൻട്രി മുതൽ എടുത്തിട്ടില്ല. ഏകദേശം നമ്മൾ ആ ഒരു എൻട്രി എടുക്കാനുള്ള ഒരു പ്രൈസിൽ വരുന്നുണ്ട്. 24,328 നമ്മൾ എൻട്രി എടുക്കാൻ നോക്കണ ആ ഒരു പ്രൈസ്. വേറെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ 150 ക്വാണ്ടിറ്റി പൊസിഷൻ സൈസിങ് പറഞ്ഞാൽ നമ്മൾ കുറച്ചിട്ട് 100 ക്വാണ്ടിറ്റി ആക്കുന്നുണ്ട്. അതായത് ഇത് മാർക്കറ്റ് കുറച്ച് താഴെ വന്നാണ് റിസ്ക് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, സമയം ഏകദേശം 12:30 നമ്മളെ ഒരു എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. അതായത് നമ്മൾ VWAPൻ്റെ അവിടെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ VWAP എന്നതും പിന്നെ ഇന്നത്തെ 1 ഹവറിൻ്റെ ലോ എന്നും ഏകദേശം സെയിം ഏരിയ. നമ്മൾ എൻട്രി 475 3 ലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് റിസ്ക് കുറച്ച് കൂടുതൽ. പിന്നെ മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ സ്ട്രക്ചർ കാണുമ്പോൾ അത് ഷോർട്ടൊക്കെ കവർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ മാർക്കറ്റിൽ തോന്നുന്നു. പിന്നെ ഓർഡർ ഫ്ലോയിലാണെങ്കിലും POC കാര്യങ്ങളൊക്കെ താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻ സൈസ് കുറച്ചിക്കാം. ബൈ ചാൻസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് ചെറുതുള്ളൂ വരിക. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ, പക്ഷേ നമ്മൾ ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കി ട്രേഡിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം. എക്സ്പയറി ഡേ ഉണ്ട്, മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, വൈൽഡ് മൂവ്മെൻ്റ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ലോസ് കുറക്കാൻ വേണ്ടിയിട്ട്. കറൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. സമയം ഏകദേശം 2:17. നമ്മൾ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ. അതായത് നമ്മൾ VWAPൻ്റെ അവിടെയാണല്ലോ എടുത്ത്. മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ഒരു ടെൻഡൻസി ചെയ്യുന്നുണ്ട്. എക്സിറ്റ് ആയി. എന്താണ് നമ്മളെ എക്സിറ്റ് ഓർഡർ വരുന്നത്. പിന്നെ അത് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ ഒന്നൊന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, മാർക്കറ്റ് വൈൽഡ് മൂവ്മെൻ്റ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് നല്ല ലോസ് ബുക്കേണ്ടി വരും. പിന്നെ മാർക്കറ്റ് നമ്മൾ ആ ഒരു അസംഷൻ്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്ത് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു സെല്ലിങ് സൈഡിനായിട്ടാണ് കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ സെല്ലിങ് വരും. ഈ എക്സ്പയറി ഡേ ഉണ്ട്, ചിലപ്പോൾ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റിലെല്ലാം ബൈങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അത്രയും ലോസ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ലോസ് ബുക്ക് ചെയ്യേണ്ട ഡേയിൽ എത്തിയപ്പോൾ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് മാറി. ഇനി വേറെ ട്രേഡൊന്നുമില്ല. എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വാച്ച് ചെയ്യുള്ളൂ. ഓക്കെ.